ആളുകളുടെ പെയിൻ വിറ്റിട്ട് കാശുണ്ടാക്കുന്ന ഒരു കൂട്ടം ആളുകളോട് എനിക്ക് പണ്ട് മുതലേ വിഷമാണ്, ദേഷ്യമുണ്ട്. അതായത് അവർ സൈക്കിക്സ് എന്ന് പറയും, മരിച്ചവരെ മുമ്പിൽ കാണിക്കാമെന്ന് പറയും, അങ്ങനെ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. ഇതൊന്നും നടക്കില്ല. സർട്ടൻ തിങ്സ് ദാറ്റ് ഹി ഡസ്, അത് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, ഹി ഡസ് സർട്ടൻ തിങ്സ് വിച്ച് ഇസ് അഗെയിൻ നമുക്കൊരു മിറക്കിൾ അല്ലെങ്കിൽ ഒരു സ്പെക്ടക്കിൾ എന്ന് വിളിക്കാൻ പറ്റുന്ന ഈ രണ്ട് കാര്യങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യും. ദാറ്റ് ഫോർ എക്സാമ്പിൾ നോക്കിക്കൊണ്ട് ഗ്ലാസ് ബ്രേക്കിംഗ്, അതിൻ്റെ അകത്ത് മറ്റൊരു തരത്തിലൊന്നുള്ള സാധനമൊന്നുമില്ലാതെ ദാറ്റ് ഹി ബ്രേക്സ് എ ഗ്ലാസ്. ഹി ടച്ചസ് വിത്തൗട്ട് ടച്ചിങ്, അതായത് ഒരു പർട്ടിക്കുലർ ആളെ നമ്മൾ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മൈൻഡിലൂടെ നമ്മൾ മറ്റൊരാളുടെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു ട്വീക്ക് അത് അദ്ദേഹം ചെയ്യാറുണ്ട്. ദെൻ ദർ ഇസ് എ തിങ് ദാറ്റ് ഹി ഡസ് ഇസ് ദാറ്റ് ബേസിക്കലി he makes you travel in time and digs out a memory which is actually very much embedded. അതായത് നമ്മൾ പോലും ഒരു പക്ഷേ മറന്നു കിടക്കുന്ന ഒരാളെ നമ്മൾ ഒരു പക്ഷേ അയാളെ നമ്മൾ വീണ്ടും ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് അയാളുടെ മനസ്സിൽ നമ്മളോട് പറയേണ്ടിയിരുന്ന ഒരു കാര്യം അദ്ദേഹം അത് പറയിക്കുന്നു. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഒരു ക്ലാർവോയൻസ് അല്ലെങ്കിൽ ഇതൊരു ഒരു തരത്തിലുള്ള ഒരു ഒരു സൂപ്പർസ്റ്റിഷൻ എന്നൊക്കെയുള്ള നിലയിൽ മാർക്കറ്റ് ചെയ്യാമായിരുന്ന ഒന്നിനെ അങ്ങനെയല്ല എന്ന് പറയുന്നൊരു ഫിലോസഫി, ദാറ്റ് ബേസിക്കലി ദിസ് ഇസ് ഹ്യൂമൻലി പോസിബിൾ എന്ന് പറയുന്ന വളരെ ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള വളരെ ഓൾട്രോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ അദ്ദേഹം ഈ ഷോയിലൂടെ അതിൻ്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു ഫിലോസഫി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, വിച്ച് ഇസ് എൻ അമേസിംഗ് തിങ് ദാറ്റ് ഹി കുഡ് ഹവ് ആക്ച്വലി മാർക്കറ്റഡ് ഇറ്റ് ഫോർ അനദർ ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു സെയിൻറ്റ്ഹുഡിലൊക്കെ പോകാവുന്ന സാധനങ്ങളുണ്ട്. So how did you arrive at that particular thing? That basically I will use this as a science. I will make sure that the people understands. എനിക്ക് അക്കാഡമിക്സിൽ വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പം തുടക്കം മുതലേ കേട്ടിരുന്ന വലിയ ലെജൻഡറി പേരുകൾ ഈ സബ്ജക്റ്റിലുള്ളവർ ഒരുപാട് തെറ്റിദ്ധരിച്ചിരുന്ന ലോകത്തിനെന്ന് മനസ്സിലായിരുന്നു. 10-25 വർഷത്തോളം ലോകത്തിലുള്ള എല്ലാ സയൻറ്റിസ്റ്റുകളെയും മിസ്ലീഡ് ചെയ്യാൻ പറ്റിയ ഒരു ലെജൻഡറി സ്റ്റോറി ഉണ്ട്. ഉറി ഗെല്ലർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എക്സെപ്ഷണൽ പെർഫോമർ, പക്ഷെ അദ്ദേഹം ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല പെർഫോം അങ്ങനെയാണെന്നുള്ളത്. ഒരു ലബോറട്ടറി, അതായത് ലബോറട്ടറി എന്നാണോ പറയുക, ഒരു സയൻറ്റിഫിക് ഈ കാനഡയിലുള്ള ഒരു വലിയൊരു ലാബ്, 40-45ഓളം സയൻറ്റിസ്റ്റുകളുടെ ഒരു ലാബ് അടച്ചു പൂട്ടേണ്ടി വന്നിട്ടുണ്ട്. അതിന് പ്രൊജക്റ്റ് ആൽഫ എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട്, സ്റ്റീവ് ഷാ ബനാച്ചക്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പം നമ്മളിതൊക്കെ കേട്ട് വരുന്നതുകൊണ്ട് ആളുകളുടെ പെയിൻ വിറ്റിട്ട് കാശുണ്ടാക്കുന്ന ഒരു കൂട്ടം ആളുകളോട് എനിക്ക് പണ്ട് മുതലേ വിഷമാണ്, ദേഷ്യമുണ്ട്. അതായത് അവർ സൈക്കിക്സ് എന്ന് പറയും, മരിച്ചവരെ മുമ്പിൽ കാണിക്കാമെന്ന് പറയും, അങ്ങനെ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. ഇതൊന്നും നടക്കില്ല. സയൻസ് പഠിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതിലിപ്പം കുറേ കൂടി ഇപ്പം നിങ്ങൾ കൈയടിച്ചു, പക്ഷേ താഴോട്ട് വന്ന് നമ്മൾ വിശ്വാസങ്ങളുടെ ഒരു ലെവലിലെത്തുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ദേഷ്യം കൂടാൻ തുടങ്ങും. അത് അവിടെ നിന്ന് വന്ന് ന്യൂമറോളജിയിലേക്കും ആസ്ട്രോളജിയിലേക്കും ജ്യോതിഷല്ലേ ഈ കയ്യിലിടുന്ന കല്ല് മോതിരം ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളിലടക്കം വരും. ഇതൊക്കെ നടന്നോട്ടെ, വിശ്വാസത്തിൻ്റെ ഭാഗം ആയിക്കോട്ടെ, പക്ഷെ അത് ഒരാളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുമ്പോൾ, ഒരാൾ ഇമോഷനെ ചൂഷണം ചെയ്തിട്ട് ചെയ്യുന്ന സമയത്താകുമ്പോൾ അത് സമ്മതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കൊരു വലിയൊരു വാർ അതിനുവേണ്ടി എൻ്റയർ ജീവിതം നമുക്ക് നടത്താൻ പറ്റില്ലായിരിക്കും. പക്ഷേ എനിക്കറിയാവുന്ന ആർട്ട് ഈ സ്കിൽ സെറ്റ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ 10-1 പോലും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന 10-32ഓളം സബ്ജക്റ്റുകൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇത്തരക്കാർ ജനങ്ങളെ കൺവിൻസ് ചെയ്യുന്നത്. ഇത് നന്നായി അറിയാമെന്നുള്ള രീതിയിൽ ഐ ടുക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇൻസോംനിയ ഞാൻ വിചാരിച്ചു ഐ വുഡ് റാദർ ട്രൈ എൻലൈറ്റൻ പീപ്പിൾ. ഈ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമ എനിക്ക് ഭയങ്കര നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിൽ നമുക്ക് പ്രിയപ്പെട്ട ശ്രീനിവാസൻ സാറ് ഒരു സീനുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരാളിങ്ങനെ ഇദ്ദേഹം പറഞ്ഞ പോലത്തെ ഒരാൾ കയ്യിൽ നിന്ന് ഇങ്ങനെ ഭസ്മം ഉണ്ടാക്കി ഇടുമ്പോൾ ശ്രീനേട്ടൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ കുറച്ച് അരി ഉണ്ടാക്കിക്കൂടെ, മനുഷ്യർക്ക് ആവശ്യം അരിയല്ലേ, ഭസ്മമല്ലല്ലോ. അപ്പോൾ എനിക്ക് കാണുന്ന ഒരു സന്തോഷം എന്ന് വെച്ചാൽ ആദ്യം സ്റ്റേജിൽ കാണിക്കുന്ന 2.25 മണിക്കൂറിൽ കാണിക്കുന്ന എപ്പിസോഡ്സിൻ്റെ ഒരു എപ്പിസോഡ് അറിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ പുറകെ കൂടും. അതൊരെണ്ണം നമ്മൾ തെറ്റായ രീതിയിൽ വിൽക്കാൻ ശ്രമിച്ചാൽ, എൻ്റെ മരിച്ചുപോയ ആളെ കാണിച്ചു തരാമോ, അവരെന്ത് പറയുന്നു, ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഇതൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റിയ സംഗതി. അപ്പോൾ ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രകാശം എന്ന് പറയുന്നത് ഇതൊരു പ്രകാശമുള്ള ഷോയാണ്. ആ ഷോയുടെ പ്രകാശം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇത്തരം സാധനങ്ങളിലൊന്നും നിങ്ങൾ വീണു പോരുത്. അത് ആദ്യം തന്നെ ഓപ്പണായിട്ട് സമ്മതിക്കുന്നു എന്ന് പറയുന്നതാണ് നമുക്ക് എല്ലാവർക്കും ടീം മെമ്പേഴ്സിനുള്ള ഏറ്റവും വലിയ സന്തോഷം.